അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനപ്പെട്ട മജ്ലിസുൽ ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 49 ആയത്തുകൾ കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ വായിച്ചു. ഇൻഷാ അല്ലാഹ് തുടർന്ന് 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. 50-ാമത്തെ വചനത്തിലേക്ക് കടക്കാം, പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الملك ائتوني به فلما الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. قال فما خطبكن إذ راوتن يوسف عن نفسه قلن حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الملك ائتوني به ഈതൂനി ബിഹി. അപ്പം അവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് കാണുന്നത് ഈ തൂനി എന്നാണോ? ഈ തൂനി എന്നുണ്ടോ? ഇല്ല, ഈ തൂനി എന്നാണ്. ഈ തൂനി, ഈ 2 ഹംസയായി. ഈ 1 2 ഈ അങ്ങനെ വരുമ്പോൾ 2ാമത്തെ ഹംസയെ മദ്ദാക്കി മാറ്റും. മദ് എന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരമായി മാറ്റും. എന്നിട്ട് ഈ എന്ന് പറയും. ഇപ്പോൾ ഉ തൂ എന്നാണെങ്കിൽ എന്ത് വായിക്കണം? ഊ തൂ എന്ന് വായിക്കണം. അ വ എന്നുള്ളത് എന്താക്കണം? അ വ ആവ. അ വ ആവ. ഈ തൂ ഈ തൂ. ഉ തൂ ഊ തൂ.
അങ്ങനെയാണ്. അതിന് മദ് ബദൽ എന്നാണ് പറയുക. ബദൽ പറയുക. എന്ന് പറയേണ്ടതിന് ബദൽ ഒരു യാ ആക്കുക, അല്ലെങ്കിൽ വാവാക്കുക, അല്ലെങ്കിൽ അലിഫാക്കുക. ആദം എന്നൊക്കെ പറയണത് അങ്ങനെയാണ്. ആദമൊക്കെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ നിർത്തി അവിടുന്ന് അങ്ങോട്ട് ഓതുകയാണെങ്കിൽ കേട്ടോ, വഖാലൽ മലിക്കു പ്ലസ് ഈ തൂനി കൂട്ടി ഓതുമ്പോഴോ മലിക്കു തൂനി, അല്ലാതെ മലിക്ക് ഈ തൂനി എന്നാകും, മലിക്കു തൂനി. ഓക്കെ. വഖാലൽ മലിക്കു തൂനി ബിഹി ഫലമ്മാ ജാഅഹു റസൂലു قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن ഓക്കെ. അയ്യഹുന്ന എന്ന് നിർത്തുമ്പോൾ എങ്ങനെയാണ് ശരിക്കും നിർത്തേണ്ടത്? നൂന് സുക്കൂൻ കൊടുക്കുക, മണിച്ച് സുക്കൂൻ എടുത്താണ് നിർത്തുക. ഐദിയഹുൻ. ഓക്കെ. അല്ലാതെ ഐദിയഹുൻ എന്ന് മാത്രം പോരാ, ഒന്ന് മണിച്ചതായിട്ട് വരണം. രണ്ട് നൂനുണ്ടല്ലോ, ന എന്നതല്ലേ, രണ്ട് നൂനല്ലേ. അപ്പോൾ ഒന്നും കൂടെ ആ ഭാഗം ക്ലിയർ ആയില്ല. ഫസ്അൽഹു മാ ബാലുൻ നിസ്വതില്ലതി ഖത്തഅന ഐദിയഹുൻ. ഇന്ന റബ്ബി ബികൈദിഹിന്ന അലീം. ഒന്നും കൂടെ മൊത്തത്തിൽ ഓതാ നമ്മൾ. വഖാലൽ മലികു തൂനി ബിഹി ഫലമ്മാ ജാഅഹു റസൂലു ഖാല ഇർജിഅ ഇലാ റബ്ബിക ഫസ്അൽഹു മാ ബാലുൻ. അൽഹംദുലില്ലാഹ്. ഇതോളൂ. فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم. അപ്പോൾ ഈത്തൂനി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ആയത്തിൽ നോക്കാം. قال ما خطبكن قال ما خطبكن إذ راوتن അവിടെ റാവദ് തുന്ന അല്ലേ, റാവദ് തു. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയോ ഇതേ പദം തൊട്ട് മുമ്പ് വന്നിട്ടുണ്ട്. റാവദ് തു, റാവത്തു എന്നാണ് പറയാ. ദ് തു എന്നുള്ളത് തു എന്ന് മാറും. രണ്ടാമത്തെ അക്ഷരമായ താന് ശബ്ദ വരും. ദാലും താവും താവും ഒരേ സ്ഥലത്തുനിന്ന് വരുന്ന വ്യത്യസ്തമായ മുത്തജാനിസായ അക്ഷരങ്ങളാണ്. അവ തമ്മിൽ സുക്കൂനും ഹറക്കത്തുമായിട്ട് അടുത്തടുത്ത് വന്നാൽ സുക്കൂനുള്ളതിനെ ഹറക്കത്തുള്ളതിലേക്ക് ലയിപ്പിക്കും. അപ്പോൾ ആ ഹറക്കത്തുള്ളതിന് ശബ്ദ വരും. അതാണ് ഇവിടെ റാവത്തു എന്ന് താന് ശബ്ദ വന്നു. ദാലിൻ്റെ സുക്കൂൻ എടുത്തത്, ദാല് താലിക്ക് കയറിപ്പോയി, ദാല് താലിലേക്ക് ഇദ്ഗാം ചെയ്തു. قال فما خطبكن إذ راوتن يوسف عن نفسه
നഫ്സി. നിർത്തുമ്പോൾ നഫ്സി ഹീ എന്നില്ല, നഫ്സി. അവിടെ ഒരു ഹാന് സുക്കൂൻ കൊടുത്ത് നിർത്തുക. അൻ നഫ്സി. ഖുൽന ഹാശ ലില്ലാഹ് മാ അലിംനാ അലൈഹി മിൻ സൂഅ്. ഖുൽന ഹാശ ലില്ലാഹി മാ അലിംനാ മിൻ അലൈഹി മിൻ സൂഅ്. قالت امرأة العزيز الآن حصحص. حصحص صاد رندو صادا. الآن حصحص الحق أنا راودته. പുതിയ പുതിയ രീതിയിലുള്ള വാക്കുകളും നല്ല അക്ഷരങ്ങളും എല്ലാം കൂടി ആയിപ്പോയി അല്ലേ? ആ സംഭവത്തെക്കാൾ ഇടങ്ങേറായിപ്പോയോ? ഏതായാലും قالت امرأة العزيز الآن കൂട്ടി വായിക്കുമ്പോട്ടോ അൽ ആനയാണ്. قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. ഒന്നുകൂടി നോക്കാം. قال فما خطبكن إذ راوتن يوسف عن نفسه. ഒന്നുകൂടെ. قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء. قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه وإنه لمن الصادقين. ذلك ليعلم أني لم أخنه بالغيب. ذلك ليعلم أني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين. Yes, ini നമുക്ക് അർത്ഥം നോക്കാം. وقال الملك ائتوني به. എവിടെ ഇപ്പോൾ ഉള്ളത്? എന്താണ് സംഭവം നടന്നത്? കൂട്ടത്തിൽ ആരുണ്ട്? നമ്മളെ നജാ മിൻഹുമ. എന്നിട്ട് സംഭവം പക്ഷെ അദ്ദേഹം മറന്നുപോയി. പിന്നീട് ഓർമ്മയായി. നിങ്ങൾ ഇന്നെ നിയമിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നാലിന്ന ആളെ യൂസുഫിൻ്റെ അടുത്ത് പോകാൻ ചോദിക്കാം. അങ്ങനെ പോയി
പറഞ്ഞുതരാൻ പറയുന്നു. ആ കാര്യം അറിയിച്ചു. അപ്പോൾ രാജാവ് എന്ത് പറയാണ്? വഖാലൽ മലിക്കു. അർത്ഥം പറയും, വേഗം പറയണം. 8:50 പുല്ലൂരാമ്പാറ എത്തണം. 2 മണിക്കാണ് വീട്ടിലെത്തിയോ? അതാണ് ഞാനും നേരം വൈകി. ഇൻഷാ അല്ലാ. എൻ്റെ അടുക്കുമ്പോൾ ചായ കുടിക്കണ്ടേ? അന്നൊന്നും കുടിച്ചില്ല, ഇന്നലെ രാത്രി തിന്നതാ. ശരി, ഓക്കെ. വഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈത്തൂനി എന്ന് പറയണോ? ഈത്തൂനി എന്ന് പറയുന്നത്. അപ്പോൾ ഈത്തൂനി ബി എന്ത് പറഞ്ഞു? ഈത്തൂനി ബി. ഇപ്പം ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം, എനിക്ക് കൊണ്ടെത്താന്നുള്ളത് എന്താ പറയുക? GB ETB എന്നൊക്കെ പറയും. ETB എന്ന് പറയും. പരിചയമുള്ളവരുണ്ട്. ETB എന്ന് പറഞ്ഞാൽ എന്താ? ITB എന്നാ, എനിക്ക് കൊണ്ടെത്താം, എനിക്ക് തരൂ. അല്ല GB എന്നാണ്. GB ഇത്തിയാണ്, ഈത്തിയായത്. യെസ്. ഇഅ്തുനി ആത യുഅ്തി, ഇഅ്തി കൽപ്പന, ഇഅ്തി അതിനാണ് ഈത്തി എന്ന് വായിക്കുക. ഈത്തി ബി, ഈതൂ നിങ്ങൾ എന്ന് പറയാൻ ആ വാവൊക്കെ കൊണ്ടുവന്നത്. ഈത്തി നീ ബി എനിക്ക് കൊണ്ടെത്താ. ഈതൂ നിങ്ങളല്ലാതെ നിങ്ങൾ കൊണ്ടുവരും. മൊത്തത്തിൽ പറയാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഈത്തൂനി എനിക്ക് നിങ്ങൾ കൊണ്ടുതരൂ, എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ബിഹി അദ്ദേഹത്തെ. ഇത് സൂറത്തു അംബിയയിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞെടുത്ത് ഇബ്രാഹിം നബി ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. അപ്പോൾ അവർ പറഞ്ഞു ഖാലൂ മൻ ഫഅല ഹാദാ ബിആലിഹത്തിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഖാലൂ സമീഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അപ്പോൾ ഖാലൂ ഫഅ്തൂ ബിഹി അലാ അഅ്യുനിൻ നാസി ലഅല്ലഹും യശ്ഹദൂൻ. അവിടെ ഇതേ വാക്കിനെ ഉപയോഗിച്ച് ഫഅ്തൂ എന്ന് പറഞ്ഞത്. ഫഅ്തൂ അതവിടെ ഇ എന്ന ഹംസ ഒഴിവാക്കി ഫ അവിടെ മുമ്പിൽ വന്നതുകൊണ്ട് അതുകൊണ്ട് ഫഅ്തൂ എന്ന് പറഞ്ഞു. അവിടെ ഫ അല്ലെങ്കിൽ ഈത്തു തന്നെയാണ്. അവിടെ ഈത്തു തന്നെ. ഫഅ്തൂ ബിഹി അലാ അഅ്യുനിൻ നാസി. അദ്ദേഹത്തെ ഇബ്രാഹിമിനെ ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരൂ, എല്ലാവരും ഒന്ന് അറിയട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ച അതേ വാക്ക് ഈത്തു എന്നത്. യൂസുഫിനെ നിങ്ങൾ കൊണ്ടുവരൂ എൻ്റെ അടുക്കൽ, എങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ. വഖാലൽ മലിക്കു ഉതൂനി ബിഹി. മലിക്ക് പറഞ്ഞു എങ്കിൽ അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈ വിവരം പറയാൻ വേണ്ടി ഉപ്പറ വിളിക്കാൻ വേണ്ടി പോയി. ഫലമ്മാ ജാഅഹുർ റസൂലു ലമ്മ എന്നാൽ ഇന്ന സന്ദർഭത്തിലായപ്പോൾ ലമ്മ ലമ്മ അങ്ങനെ ആയപ്പോൾ ലമ്മ വന്നപ്പോൾ ചെന്നപ്പോൾ ഹൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫലമ്മ ജാഅഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അർ റസൂലു ആ ദൂതൻ നിശ്ചയിക്കപ്പെട്ട ആൾ വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് കാത്തു നിൽക്കാൻ പോകാൻ അല്ലേ? വന്നപ്പോൾക്ക് ചാടി ഇറങ്ങിപ്പോയില്ലേ? പോയോ? പോയില്ല. എന്താ പറഞ്ഞേ? അതെ, ഞാൻ ഏതായാലും ഇങ്ങനെ കയറി ഇവിടെ കുറ്റം ചാർത്തപ്പെട്ട് ഇവിടെ വന്നല്ലേ, അത് ഒന്ന് വ്യക്തമായിട്ട് തന്നെ മതി, ശരിക്കും വെളിപ്പെടുത്തിയിട്ട് മതി എന്നുള്ള നിൽക്കാം. അത് ഭയങ്കര സംഭവം തന്നെ അള്ളാഹ് അവിടെ ചെയ്ത്. കാല യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു ഇർജി ഇലാ റബ്ബിക. റജഅ യർജിഉ ഇർജി, തിരിച്ചു.
നീ മടങ്ങിപ്പോയിക്കൊള്ളുക, താങ്കൾ മടങ്ങുക, തിരിച്ചു പോവുക. ഇലാ റബ്ബിക, എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് തന്നെ. എന്താ പറഞ്ഞത്? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, യജമാനൻ മീൻസ് പറഞ്ഞയച്ച ആൾ, ഉടമപ്പെടുത്തിയ താങ്കളുടെ ഉടമസ്ഥനായ അള്ളാഹു എന്നുള്ള ആൾക്കല്ല പറയുന്നത്, രാജാവിൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കോളാൻ. ഇർജി ഇലാ റബ്ബിക, ഖാല പ്ലസ് ഇർജി ഓതുന്ന സമയത്ത് ഖാലർജി ഇലാ റബ്ബിക ഫസ്അൽഹു, എന്നിട്ട് നിങ്ങൾ സഅല യസ്അലു ഇസ്അൽ ഫസ്അൽ, നിങ്ങൾ ഓരോട് ചോദിക്കണം, മൂപ്പരോട് വിവരം അറിയണം, അന്വേഷിച്ചാളി. മാ ബാലുൻ നിസ്വതി, അന്നത്തെ പെണ്ണുങ്ങളെ അവസ്ഥ ഇപ്പം എന്താണെന്ന് ചോദിക്കണമെന്നുണ്ട്. മാ ബാലുൻ നിസ്വത്, ബാൽ എന്ന് പറഞ്ഞാൽ പാൽ, കേസ് എന്തായി, അല്ലെങ്കിൽ അവസ്ഥ എന്തായി, എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്നൊന്ന് ചോദിക്കണം. എന്താണ് ഇപ്പോൾ അവരുടെ കേസ് എന്താണ് എന്നൊന്ന് ചോദിക്കണം. അൻ നിസ്വതി അല്ലാത്തീ, ഏത് നിസ്വത്ത് എന്ന് പറയാൻ വേണ്ടി എൻ്റെ ബാക്കി പറയാം. നിസ്വത്തുൽ ലാത്തീ ഖത്തഅന ഐദിയഹുന്ന, മുറിച്ചു, ഖത്തഅന അവർ പെണ്ണുങ്ങൾ എന്ന് പറയാണ്, ഖത്തഅന എന്നാണ്. ഖത്തഅന ഐദിയഹുന്ന, കൈവിരലുകൾ മുറിച്ചു. ആ പെണ്ണുങ്ങളെ കഥ എന്താ നിങ്ങളൊന്ന് ചോദിച്ചാളിയാ, എന്നിട്ടൊക്കെ മതി. ഇന്ന റബ്ബീ ബി കൈദിഹിന്ന അലീമുൻ, അർത്ഥം പറയും. ഇന്ന റബ്ബീ, എൻ്റെ റബ്ബ്, ബി കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെക്കുറിച്ച്, കൈദ്, കഥയക്കീദു, കൈദ്, കഥയക്കീദു, കഥയക്കാതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഥയക്കീതു, കഥയക്കാതു. ഒന്ന് കഥയക്കീതു എന്ന് പറഞ്ഞാൽ തന്ത്രം. അന്നേരം കാതൻ്റെ അർത്ഥം തന്ത്രം. മറ്റേ കഥ അവാറായി എന്നൊക്കെ പറയില്ലേ നമ്മൾ. അക്കാദു യക്കാദുൽ ബർഖു യഖ്തഫു, ഇടിമിന്നൽ ഇങ്ങനെ അവാറായി എന്നതിന് എത്താറായി, ലം യക്കത് യറാഹ എന്നൊക്കെ പറഞ്ഞ പോലെ കാത യക്കാദു കാത യക്കീദു ആണ്. ഓക്കെ, അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ യൂസുഫിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. അങ്ങനെ തൻ്റെ അടുത്ത് ദൂതൻ വന്നപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, താങ്കളുടെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് സ്വന്തം കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാട്, കേസ് എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക. ആ നിലപാടൊക്കെ അറിഞ്ഞിട്ടേ ഞാൻ എന്തായാലും ആട്ടുള്ളൂ. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അവരുടെ തന്ത്രത്തെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. വഖാലൽ മലികു ലിഅഅ്വാനിഹി അഖ്റിജുർ റജുല അൽ മുഅബ്ബിർ ലിർറുയ മിനസ് സിജിൻ വഅഹ്ദിറൂഹു ലി, ജയിലിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തന്ന ആ സഹോദരനെ നിങ്ങൾ കൊണ്ടുവരൂ, എൻ്റെ അടുക്കൽ ഹാജരാക്കൂ. ഫലമ്മ ജാഅഹു റസൂലുൽ മലിക് യദ്ഉഹു, ആ രാജാവിൻ്റെ ദൂതനായ ആൾ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഖാല യൂസുഫു ലിർറസൂൽ, യൂസുഫ് ആ ദൂതനോട് പറഞ്ഞു, ഇർജി ഇല സയ്യിദിക്കൽ മലിക്, രാജാവായ സയ്യിദിൻ്റെ അടുത്തേക്ക് പോവുക. വത്ലുബു മിൻ അൻ യസ്അലൻ നിസ്വത്തില്ലാത്തി ജറഹ്ന ഐദിയഹുന്ന അൻ ഹഖീഖത്തി അംരിഹിന്ന വശഅനിഹിന്ന മഅി, രാജാവിനോടൊന്ന് ചോദിക്കാൻ പറയേ, ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കാര്യം ഒന്ന് തേടാൻ പറയും, സത്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന്. സത്യത്തിൽ എന്താണ് ഉണ്ടായത്? ഹഖീഖത അംരിഹിന്ന വശഅനിഹിന്ന മഅി, നിന്റെ വിഷയത്തിൽ ഓര് പറഞ്ഞുണ്ടാക്കിയ അല്ലെങ്കിൽ അവരെടുത്തുണ്ടായ ആ കേസ് എന്താണ് എന്ന് നിങ്ങളൊന്ന് നിജസ്ഥിതി
ചോദിക്കാൻ വേണ്ടി പറയാം, അത് അറിഞ്ഞിട്ട് മതി. ലിതദ്ഹുറൽ ഹഖീഖ ലിൽ ജമീ, ഹക്ക് എല്ലാവർക്കും മനസ്സിലാവട്ടെ, അതിനു വേണ്ടിയാണ്. അങ്ങനെ എൻ്റെ ബറാഅത്തി, എൻ്റെ നിരപരാധിത്വവും എല്ലാവർക്കും മനസ്സിലാക്കണം. എൻ്റെ റബ്ബ്, ഇന്ന റബ്ബി അലീമുൻ ബിസനീഇഹിന്ന, അവരുടെ കൃത്യങ്ങളെക്കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. വഅഫ്ആലിഹിന്ന ലാ യഖ്ഫാ അലൈഹി ശൈഉം മിൻ ദാലിക്, ഒരുപാട് വിശദീകരിക്കാനുണ്ട്, അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ഖാല ഫമാ ഖത്ബുകുന്ന, രാജാവ് ആ സ്ത്രീകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഖാല അൽ മലികു ഫമാ ഖത്ബുകുന്ന, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഫമാ ഖത്ബുകുന്ന, സോറി, ഫ നാ ആദ്യം ഓതിലേ. ഖാല ഫമ എവിടെയോ ഒരായത്ത്, ഖാല ഫമ അല്ലേ ജുസ്. ഖാല മാ ഖത്ബുകുന്ന, മാ ഖത്ബുകുന്ന, നിങ്ങളുടെ, ഖത്ബു ഹുന്ന അല്ല, ഖത്ബു കുന്ന കാഫാണ്, ഇപ്പം നിങ്ങളുടെ. ഖാല മാ ഖത്ബുകുന്ന, നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? ഖത്ബ്. ഇദ് റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി, ഇദ് സന്ദർഭം. ഇദ് റാവത്തുന്ന, റാവത സ്വീകരിച്ചു, റാവത്തുന്ന അവൾ എന്നാണോ? നിങ്ങൾ. റാവത, റാവദത്ത, റാവദത്തി, റാവദത്തുമ, റാവദത്തുന്ന, പുരുഷന്മാരോട് റാവത്തും. ഇദ് റാവത്തുന്ന യൂസുഫ, യൂസുഫിനെ, അൻ നഫ്സിഹി, അദ്ദേഹത്തോട്. ആ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് ചോദിക്കുകയാണ്, യൂസുഫിനെ വശീകരിക്കുവാൻ നിങ്ങൾ ശ്രമം നടത്തിയിരുന്നല്ലോ, നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? അവർ പറഞ്ഞു, കാര്യം വെളിപ്പെടുക കേട്ടോ. ഖുൽന ഹാശ ലില്ലാഹ്, അവരെന്ത് പറഞ്ഞു? ഹാശ ലില്ലാഹ്. എന്താ ഹാശ ലില്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു എത്രയോ പരിശുദ്ധൻ എന്നതിന് പറഞ്ഞ മറ്റൊരു പ്രയോഗമാണ് ഹാശ ലില്ലാഹ്. ഖുൽന, അവർ പറഞ്ഞു, പെണ്ണുങ്ങളായതുകൊണ്ടാ, ആണുങ്ങളാണെ ഖാലു എന്ന് പറയും, പെണ്ണുങ്ങളാണെ ഖുൽന. അവർ പറഞ്ഞു ഹാശ ലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. മാത്രമല്ല പിന്നെന്താ പറഞ്ഞത്? മാ അലിംനാ അലൈഹി മിൻ സൂഅ മാ അലൈനാ, മാ അലിംനാ, മാ അലിംനാ, അലിമ യഅലമു, അലിംനാ ഞങ്ങളറിയാം, മാ അലിംനാ ഞങ്ങൾക്കറിയില്ല കേട്ടോ, ഞങ്ങൾക്കറിയില്ല. മാ അലിംന, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തിനെ പറ്റി? മാ അലിംന അലൈഹി, യൂസുഫിനെതിരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. മിൻ സൂഇൻ, യൂസുഫിനെതിരെ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മാ അലിംന അലൈഹി മിൻ സൂഇൻ. അന്നേരം അടുത്ത ആള് ഖാലത് ഇംറഅത്തുൽ അസീസി, നേരത്തെ പറഞ്ഞ അസീസ്, ആ അസീസിൻ്റെ ഭാര്യ, പ്രഭുവിൻ്റെ പത്നി പറഞ്ഞു, അൽ ആന, അൽ ആന എന്നെന്താ? ഇപ്പോൾ ഹസ്ഹസൽ ഹഖു,
ഹക്ക് എന്തായി? അതെ, ഹക്ക് വെളിപ്പെട്ടു, അത് വേറിരുന്നു. ഇപ്പോൾ അത് വ്യക്തമായല്ലോ. ഹസ് ഹസൽ ഹക്കു എന്നിട്ട് മുപ്പത്തി കാര്യം തുറന്നു പറഞ്ഞു. അന റാവത്തുഹു, മൂന്നാമത് വന്നപ്പം തന്നെ അന റാവത്തുഹു പറയും. അന റാവത്തുഹു, ഞാൻ അദ്ദേഹത്തെ വശീകരണ ശ്രമം നടത്തിയതാണ്. അൻ നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ. വ ഇന്നഹു ലമിനസ് സാദിഖീൻ, അദ്ദേഹം സത്യവാന്മാരിൽ പെട്ടയാളാണ്. അള്ളാഹു എത്ര പരിശുദ്ധൻ. അപ്പോൾ ആ പ്രയോഗം പഠിച്ചേക്കുക. ഹാഷലില്ല കേട്ടോ, ഹാഷലില്ല. അതേപോലെ പുതിയൊരു പദപ്രയോഗമാണ് ഹസ് ഹസൽ ഹക്കു, രണ്ടും പഠിച്ചേക്കുക. ഹസ് ഹസൽ ഹക്കു, അതേപോലെ ഹാഷലില്ല. قال الملك للنسوة اللاتي جرحن أيديهن, അല്ലേ? കൈ മുറിച്ച ആ സ്ത്രീകളോട് ചോദിച്ചു, മാ ശഅനുകുന്ന ഹീന റാവത്തുന്ന യൂസുഫ് അൻ നഫ്സിഹി യൗമ ദിയാഫ, അന്ന് വിരുന്നൊരുക്കിയപ്പോൾ എന്ന് ചോദിച്ചു. എന്താ നിങ്ങളെ വർത്താനം, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഫഹൽ റഅയ്തുന്ന മിൻഹു മാ യുരീബു, എന്തെങ്കിലും സംശയമുളവാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിനോ? ഖുൽന മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം, ഹാഷലില്ല. മാ അലിംനാ അലൈഹി അദ്നാ ഷൈ, അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് അതിനോടടുത്ത് പറഞ്ഞ് ഒന്നും ഞങ്ങൾ കണ്ടില്ല. عند ذلك قالت امرأة العزيز, അപ്പോൾ തന്നെ ഇമ്രഅത്തുൽ അസീസും വന്ന് പറഞ്ഞു, അൽ ആന ظهر الحق بعد خفائه, മറഞ്ഞ കാര്യം ഇപ്പോൾ അതാ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉണ്ടാണ്ടിരുന്നല്ലേ. فأنا التي حاولت, ഞാനായിരുന്നു അന്ന് ആ പരിശ്രമം നടത്തിയ ആള്. മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇംതന, അതിൽ നിന്ന് അറേഞ്ച് ചെയ്തിരുന്നു. വ ഇന്നഹു ലമിനസ് സാദിഖീന ഫീ കുല്ലി മാ ഖാലഹു, ഈ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിലെല്ലാം അദ്ദേഹം സത്യവാനാണ്, എൻ്റെ ഭാഗത്താണ് കുഴപ്പം വന്നിട്ടുള്ളത്. നമുക്കവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാനും പ്രാവർത്തികമാക്കി ജീവിക്കാനും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ഈമാൻ ബലപ്പെടുത്തി എപ്പോഴും സംശുദ്ധമായ ജീവിതം നയിക്കുവാനും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റാരോപണങ്ങൾ നടത്താതെ മുന്നേറി സച്ചരിതരായി ജീവിക്കാനും നമ്മെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 2 ആയത്തൊന്ന് ഓതിയിട്ട് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الملك ائتوني به فلما جاءه الرسول قال ارجع إلى ربك فاسأله ما بال النسوة اللاتي قطعن أيديهن إن ربي بكيدهن عليم قال ما خطبكن إذ راوتن يوسف عن نفسه قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حصحص الحق أنا راودته عن نفسه الآن حصحص الحق أنا راودته عن نفسه وإن
من الصادقين. الله അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على أشرف المرسلين وآله وصحبه أجمعين. السلام عليكم ورحمة الله. ഞാൻ ഇന്നലെ എക്സിബിഷനിലായിരുന്നു. രാത്രി 9 മണിക്കാണ് എക്സിബിഷനിൽ പ്രവേശനം കിട്ടിയത്. അത് കഴിയുമ്പോഴേക്ക് 12:30 ആയി. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ 2 മണിയായി. അതാ രാവിലെ ലേശം മടിച്ചു പോയത്, ക്ഷീണം വന്നത്. അപ്പോൾ എക്സിബിഷനൊക്കെ ആരെങ്കിലും പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ആ സമയം അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അടത്തിയിട്ട് പിന്നെ നമ്മൾക്ക് കിട്ടിയ ഒരു QR കോഡ് ഉണ്ടാവും. നിങ്ങൾ ചെയ്തപ്പോൾ കിട്ടിയ QR കോഡ് അതവിടെ കാണിച്ചു കൊടുത്താൽ ഒരു ടാഗ് തരും. ആ ടാഗിൽ നമ്മുടെ QR കോഡ് പ്രിൻ്റ് ചെയ്ത് തരും. അത് എൻട്രൻസിലും ഓരോ 8 സ്റ്റാളുകളിലും അത് കാണിച്ച് സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് അവിടെ വാങ്ങി വെക്കും. ഇനി അല്ല രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോയ പാടെ നേരെ തപ്പിക്കളിക്കാതെ ആ പിന്നെ ഇങ്ങനെ കൂടാരമായി വെച്ച അതിൻ്റെ അടുത്ത് സ്പോട്ടിൽ ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഡീറ്റെയിൽ കൊടുത്താൽ അന്നേരം ചെയ്തു തരും. അതിന് വേറെ ക്യൂ ആയിരിക്കും. അത് ലേശം വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോന്നിലും കയറി കാണാം. ഏതായിരുന്നാലും എക്സിബിഷന് കാണാൻ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനം എടുത്തിട്ട് ഈ 4-5 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ദിവസം നിർബന്ധമായി പോയി കാണണം എന്ന് തന്നെ. 2-3 അത്ഭുതങ്ങളുള്ളത്. ഒന്ന്, കടലിനടിയിൽ നമുക്ക് പോകാം എന്നതാണ്. അതിന് നമുക്കൊരു കണ്ണട വെച്ച് തരികയുള്ളൂ. ആ കണ്ണടയും വെച്ച് ഇയർഫോണും വെച്ച് നമ്മളെ കസേരയിൽ കുത്തിരുന്നാൽ കടലിൻ്റെ അങ്ങടിയിൽ വരെ പോയി മുഴുവൻ ജീവജാലങ്ങളെയും അത്ഭുത പ്രതിഭാസങ്ങൾ എങ്ങനെ നേരെ കാണാം. ചിലപ്പോൾ നമ്മളും ഇങ്ങനെ പോകുമ്പോഴൊക്കെ തോന്നും, അങ്ങനെ കാണാം. അതൊരനുഭവമാണ്. 2 അന്ധന്മാരുടെ ജീവിതം എങ്ങനെയെന്ന് ശരിക്ക് കാഴ്ച എന്ന സംഗതിയിലൂടെ പഠിക്കാം. 3 നമ്മുടെ വാനലോകവും കാര്യങ്ങളും ശരീരവും പ്രവർത്തനങ്ങളും ഇതൊക്കെ പഠിക്കാം. അങ്ങനെ 8 സ്റ്റാളുകളും കാണാൻ വേണ്ടി പോകണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.